നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഏവരും കാത്തിരുന്നതായ സുദിനം. ഇന്നേ ദിവസം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ചില ശുഭ സൂചനകൾ, ശുഭ ലക്ഷണങ്ങൾ നൽകുന്നതാകുന്നു. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തെ, വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ, കൂടാതെ ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആ ലക്ഷണങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം വാഴ കുലയ്ക്കുന്നു എന്നതാണ്. മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു സസ്യമാണ് വാഴ. അതിനാൽ ഇന്നേ ദിവസം വാഴ കുലയ്ക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി ചെറുകിളികൾ വരികയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി കടാക്ഷത്തെയും ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിന്റെയും ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം പ്രഭാതത്തിൽ ചെറുകിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നതും, കൂടാതെ സന്ധ്യാസമയത്ത് ചെറുകിളികളെ കാണുന്നതും മഹാഭാഗ്യം തന്നെയായി കണക്കാക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളം പൂക്കൾ വിടരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ വിരിയുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ അഥവാ മഹാഭാഗ്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ചില ദുരിതങ്ങൾ ഒഴിയുന്നതിന്റെ സൂചനയായും കണക്കാക്കാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പാല് തിളച്ചു പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ആ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നതിന്റെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി വീടുകളിൽ എന്തെന്നില്ലാത്ത സുഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഇത്തരത്തിൽ സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ ലക്ഷണങ്ങളുടെ, ശുഭകരമായ പല കാര്യങ്ങളുടെയും മുന്നോടിയായി സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് മഹാലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായും കണക്കാക്കാം. കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ പുഷ്പം അല്ലെങ്കിൽ സുഗന്ധമുള്ള പുഷ്പങ്ങൾ നിങ്ങൾക്ക് പ്രസാദമായോ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുകയാണ് എങ്കിൽ അതും ശുഭമായ സൂചന തന്നെയാകുന്നു. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം എന്തെന്നില്ലാത്ത മനസമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതും, സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്നതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇപ്രകാരം സംഭവിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. മുഖത്ത് പ്രത്യേകമായ തെളിച്ചം അല്ലെങ്കിൽ പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ആ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ശുഭകരമായ കാര്യങ്ങൾ, ഭാഗ്യം പല കാര്യങ്ങളിൽ തുണയ്ക്കുക, സന്താനങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ, അപ്രതീക്ഷിതമായ ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വരും ദിവസങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം അയൽ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മധുരം ലഭിക്കുകയാണ് എങ്കിൽ
അത് മഹാഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ആ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് മധുരം ലഭിക്കുകയാണ് എങ്കിൽ, അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് എങ്കിൽ, അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളുടെ മുന്നോടിയാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുമ്പോൾ കാണുന്നതായ ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു കാര്യം, പശുക്കൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് വരുന്നതാകുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്നേ ദിവസം പശുവിനെ കാണുന്നതും ശുഭമാണ്. പോകുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പശു വീടുകളിൽ വരുന്നതിലൂടെ സകല ദേവതാ ചൈതന്യവും ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ശംഖിന്റെ നാദം കേട്ടുണരുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ദുരിതങ്ങൾ, കഷ്ടതകൾ, കൂടാതെ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിന്റെ സൂചന തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുമ്പോൾ കാണുന്നതായ ലക്ഷണങ്ങളിൽ ഒന്നാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് തുളസിയുമായി ബന്ധപ്പെട്ടാണ്. ഏവരുടെയും വീടുകളിൽ തുളസി ഉണ്ടാകുന്നതാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലുള്ള തുളസിക്ക് പ്രത്യേകമായ ഭംഗി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. കൂടാതെ തുളസി ധാരാളമായി പൂക്കുന്നതും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിന്റെ, ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ വന്ന് ചേർന്നിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. വരും ദിവസങ്ങളിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ദീർഘനാളായി കാണാത്തതായ വ്യക്തിയുമായി വീണ്ടും നിങ്ങൾക്ക് ഒരു ആത്മബന്ധം അല്ലെങ്കിൽ വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. പ്രത്യേകിച്ചും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശുഭലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സ്വപ്ന ദർശനമാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾക്ക് സ്വപ്ന ദർശനം ലഭിച്ചു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെയുണ്ട് എന്നും ഏത് അപകടങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ രക്ഷ നേടുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാവുക, കാരണം ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെയുണ്ട് എന്നും ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ ഈ ലക്ഷണം കാണുന്നതും മഹാഭാഗ്യം തന്നെയാണ്. മറ്റൊന്ന്, ഭഗവത് ചിത്രം അപ്രതീക്ഷിതമായി ലഭിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സൂചന തന്നെയാകുന്നു. പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങളോ ഉയർച്ച, തൊഴിൽപരമോ അല്ലാതെയോ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും വീടുകളിൽ പ്രകടമാവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. കാരണം ഭഗവാന്റെ സാന്നിധ്യം അഥവാ ഭഗവാൻ വീടുകളിൽ പ്രവേശിച്ചാൽ മാത്രം കാണുന്നതായ ലക്ഷണമായി തന്നെ ഈ ലക്ഷണങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും.